നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SFI പ്രതിഷേധത്തിൽ കർശന നിലപാടുമായി ഗവർണർ. മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ആരോപണവുമായി രാജ്ഭവന്റെ അസാധാരണ വാർത്താക്കുറിപ്പും. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരായ SFIയുടെ കറുത്ത ബാനറിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നാണ് ഗവർണറുടെ ആരോപണം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിന് സമീപം ബാനർ ഉയർത്താനാകില്ല. സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനങ്ങളുടെ തകർച്ചയുടെ തുടക്കമാണിത്. മുഖ്യമന്ത്രി ബോധപൂർവം ഭരണഘടനാ സംവിധാനങ്ങളുടെ തകർച്ചയ്ക്ക് ശ്രമിക്കുകയാണെന്നും രാജ്ഭവൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിക്കെതിരെ രാജ്ഭവൻ ഇത്തരത്തിൽ വാർത്താക്കുറിപ്പിറക്കുന്ന പതിവില്ല. അതേസമയം അസാധാരണ വാർത്താക്കുറിപ്പിറങ്ങിയതിന് പിന്നാലെ ഗവർണർക്കെതിരെ ആഞ്ഞടിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത്. ഇങ്ങനെ നിലതെറ്റിയ മനുഷ്യനെ കയറൂരി വിടരുത് എന്നും എന്തും വിളിച്ചു പറഞ്ഞ് നാടിനെ അപമാനിക്കാമോ എന്നാണ് ഗവർണർ കരുതുന്നത് എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഗവർണറുടെ ബ്ലഡി കണ്ണൂർ പരാമർശത്തിനെതിരെയും മുഖ്യമന്ത്രി രൂക്ഷമായി തന്നെ പ്രതികരണം ഉന്നയിച്ചിരുന്നു. ഗവർണറെ ഈ നിലയ്ക്ക് വിടുന്നത് ശരിയല്ല എന്ന് കേന്ദ്രം മനസ്സിലാക്കണമെന്നും ഇങ്ങനെ നിലതെറ്റിയ മനുഷ്യരെ കയറൂരി വിടരുത് എന്നും പ്രതിഷേധത്തെ തല്ലിയൊതുക്കാം എന്നാണോ ഗവർണർ കരുതുന്നത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചിരുന്നു. കുട്ടികൾ അടുത്തു വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചിരുന്നു. സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനം തകരുന്നുവെന്ന ഗവർണറുടെ ഭീഷണി കേരളത്തിൽ വില പോകില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഗവർണർ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അംഗീകരിക്കാതെ മുന്നോട്ടു പോകുന്ന ഗവർണറുടെ നടപടിയാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് ഗോവിന്ദൻ പറഞ്ഞു. RSS സംഘപരിവാർ അനുകൂലികളെ കുത്തിനിറച്ച് രാഷ്ട്രീയം കളിക്കാനാണ് ഗവർണറുടെ ശ്രമം. സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിന്റെ തുടർച്ചയാണിത്. ഇതിനെതിരായ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഭരണഘടനാപരമായ ജനാധിപത്യ അവകാശമാണ്. SFI ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ്. SFI നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെ എതിർക്കാനെന്ന വണ്ണം ചാൻസലർ മുഖ്യമന്ത്രിയെ നിരന്തരം അപഹസിക്കുകയും അപമാനിക്കുകയുമാണ് ചെയ്യുന്നത് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഗവർണർ പദവിയിലിരിക്കുന്ന വ്യക്തി പാലിക്കേണ്ട ഭരണഘടനാപരമായ ചുമതലകൾ പാലിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏകപക്ഷീയമായി വർഗീയത അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നത്. അത് കേരളത്തിൽ വില പോകില്ല എന്ന് വ്യക്തമായപ്പോഴുള്ള വെപ്രാളമാണിപ്പോൾ കാണുന്നത്. സർവകലാശാലയിലെ കാവ്യവൽക്കരണ നിലപാടുകൾ ഭരണഘടന ഉപയോഗിച്ച് മറയാക്കാനുള്ള നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അത് കേരളം അനുമതി നൽകില്ല എന്നും ഗോവിന്ദൻ വ്യക്തമാക്കി.